PSC ബുള്ളറ്റിൻ ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സാണ്. ടെന്നീസിൽ പ്രായമേറിയ 1ാം റാങ്കുകാരനായി ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. 43 വയസ്സിലാണ് ബൊപ്പണ്ണ ഡബിൾസിൽ 1ാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡനുമായി ചേർന്ന് ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് കിരീടം ബൊപ്പണ്ണ നേടി. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരം പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക് ലഭിച്ചു. അപ്പോൾ രാജാ രവിവർമ്മ പുരസ്കാരം സുരേന്ദ്രൻ നായർക്ക് ലഭിച്ചു. ഒരു T20 മത്സരത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയതിൻ്റെ റെക്കോർഡിൽ കീവീസ് താരം ഫിൻ അലൻ അഫ്ഗാനിസ്ഥാൻ താരം ഹസ്രത്തുള്ള സസായിക്കൊപ്പം എത്തി. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 16 സിക്സറുകളാണ് താരം നേടിയത്. ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ വിനീത് M. കാർട്ടി ചുമതലയേറ്റു. ഏഴിമല നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ വിനീത് M. കാർട്ടി ചുമതലയേറ്റു. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗുരുരത്നം പുരസ്കാരങ്ങൾക്ക് കേരള സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ S. നായരും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ G. അമൃത്കുമാറും അർഹരായി. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്നം ലഭിച്ചു. അതായത് 49ാമത് ഭാരത് രത്നം ലഭിച്ചു. ആള് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലെ അടൽ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 21.8 കിലോമീറ്റർ നീളമുള്ള പാലത്തിൻ്റെ 16.8 കിലോമീറ്റർ കടലിന് മുകളിലാണ്. 21.8 കിലോമീറ്റർ നീളമുണ്ട് പാലത്തിന്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക്. കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം ജെയിൻ യൂണിവേഴ്സിറ്റിക്ക്. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്ക്. സ്പാനിഷ് താരം ഐറ്റാന ബോൺമാറ്റിക്കാണ് മികച്ച വനിതാ താരത്തിനുള്ള അവാർഡ് ലഭിച്ചത്. 2023 ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ താരം ലയണൽ മെസ്സിക്കും വനിതാ താരം ഐറ്റാന ബോൺമാറ്റിക്കും. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസ്സറാണ് കൈരളി. പ്രോസസ്സറാണെന്ന് കേട്ടോ. ഓക്കെ, അതാണ് കൈരളി. ഹെപ്പറ്റൈറ്റിസ് A രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷുഗർ. ഹെപ്പറ്റൈറ്റിസ് Aയ്ക്കാണ് കേട്ടോ, A. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിയുടെ വേദിയാണ് ഉഗാണ്ടയിലെ കമ്പാല. 19ാമത് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ഉച്ചകോടി ഉഗാണ്ടയിലെ കമ്പാല. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് നഗരസഭ കൊട്ടാരക്കര. ഓസ്കാർ പുരസ്കാരത്തിന് ഏറ്റവും അധികം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമയാണ് ഓപ്പൺഹൈമർ. 13 നോമിനേഷനാണ് ഓപ്പൺഹൈമറിന് പോയത്. 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. ആജീവനാന്ത പുരസ്കാരത്തിന് രവി ശാസ്ത്രി, ഫാറൂഖ് എഞ്ചിനീയർ എന്നിവർ അർഹരായി. അപ്പോൾ 2023 മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുരസ്കാരം ശുഭ്മാൻ ഗില്ലിന്. കരസേനയിലെ ആദ്യത്തെ വനിത സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കി മധ്യപ്രദേശ് സ്വദേശിനി പ്രീതി രജക്ക്. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാറാണ് മധ്യപ്രദേശിലെ പ്രീതി രജക്ക്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായുടെ ചെയർമാൻ അനിൽകുമാർ ലഹോട്ടി. ട്രായുടെ ഇപ്പോഴത്തെ ചെയർമാൻ അനിൽകുമാർ ലഹോട്ടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഒഗോസ്
ദെൽ സലാദോ കീഴടക്കി മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ. ഓക്കെ. മലയാളിയായ പത്മ പുരസ്കാരങ്ങൾ. മലയാളിയായ ഫാത്തിമ ബീവി, ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ, ഉഷ ഉതുപ്പ് എന്നിവർക്ക് പത്മഭൂഷണും ചിത്ര നമ്പൂരിപ്പാട്, മുനിനാരായണ പ്രസാദ്, EP നാരായണൻ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ്, സദനം ബാലകൃഷ്ണൻ, സത്യനാരായണ ബലേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും. അതായത് ടോട്ടൽ 8 മലയാളികൾക്ക് പത്മ പുരസ്കാരം ലഭിച്ചു. അതിൽ പത്മഭൂഷൺ ലഭിച്ചത് 2 പേർക്കാണ്, ഫാത്തിമ ബീവിക്കും ഒ രാജഗോപാലിനും. ഉഷ ഉതുപ്പ് മലയാളിയല്ല. ഓക്കെ. അപ്പോൾ മലയാളികളായ 2 പേർക്കാണ് ലഭിച്ചത്, ഫാത്തിമ ബീവി മരണാനന്തരം, ഒ രാജഗോപാൽ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും പത്മഭൂഷൺ ലഭിച്ചു. ഇനി പത്മശ്രീ ലഭിച്ചത് 6 പേരാണ്. 1 ചിത്ര നമ്പൂതിരിപ്പാട്, മുനിനാരായണ പ്രസാദ്, EP നാരായണൻ തെയ്യം, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി, സദനം ബാലകൃഷ്ണൻ, പിന്നെ സത്യനാരായണ ബലേരി. സദനം ബാലകൃഷ്ണൻ കഥകളിയാണ്, സത്യനാരായണ ബലേരി നെൽകർഷകനാണ്. ഇങ്ങനെ 6ഉം 2ഉം 8 ഇത്രയും പേർക്ക് മലയാളികൾക്ക് പത്മപുരസ്കാരം ലഭിച്ചു. ഓക്കെ. എമ്മി പുരസ്കാരം. 75ാമത് എമ്മി പുരസ്കാരങ്ങൾ. മികച്ച കോമഡി പരമ്പര ദ ബെയർ, കോമഡിയാണ്. ബെയർ എന്ന് പറയുമ്പോൾ നമുക്ക് കരടീനെടുക്കാം. അപ്പോൾ കോമഡി ദ ബെയർ. ഓക്കെ. ഇനി ഡ്രാമ സക്സഷൻ. ഡ്രാമ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ്. ഓക്കെ. സക്സഷൻ സക്സസ്സായി. മികച്ച ആന്തോളജി പരമ്പര ബീഫ്, ആന്തോളജി ബീഫ്. മികച്ച നടൻ കോമഡി നടൻ ജെറമി അലൻ വൈറ്റ്. ജെറി മറ്റേ ടോം ആൻഡ് ജെറിയിലെ ജെറി, കോമഡി നടൻ. ഓക്കെ. മികച്ച നടി കോമഡി കിൻഡ. അതിൽ തന്നെ ഒരു കിൻഡ, ഒരു കോമഡി പോലത്തെ വാക്കല്ലേ, കിൻഡലടിച്ചു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ കിൻഡ ബ്രൺസൺ. മികച്ച നടൻ ഡ്രാമ കേരൻ കൾക്കിൻ. മികച്ച നടൻ കേരൻ കൾക്കിൻ. മികച്ച നടി സാറ സ്നൂക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായി 2ാം തവണയും സൂര്യകുമാർ യാദവിന്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മികച്ച 2020 താരത്തിനുള്ള തുടർച്ചയായി 2ാം തവണയും സൂര്യകുമാർ യാദവിന്. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി. അപ്പോൾ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആണ് ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായത്. ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഗാജയാണ് മികച്ച ടെസ്റ്റ് താരം. നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ പുരസ്കാരം സജി മാടപ്പാട്ടും അർഹരായി. അപ്പോൾ സാഹിത്യശ്രേഷ്ഠ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനും കലാശ്രേഷ്ഠ സജി മടപ്പാട്ടും. സാഹിത്യം സുഭാഷ് ചന്ദ്രൻ, കലാശ്രേഷ്ഠ സജി മടപ്പാട്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ കിരീടം യാനിക് സിന്നറിനും വനിതയാണെങ്കിൽ ആര്യന സബലങ്കയ്ക്കും. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പണാണ് ആദ്യത്തെ ടെന്നീസ് മാച്ച്. അത് ജയിച്ചത് യാനിക് സിന്നർ, ഇറ്റാലിയക്കാരൻ യാനിക് സിന്നറും ബെലാറസിൻ്റെ ആര്യന സബലങ്ക. ഓക്കെ. പ്രശസ്ത സംഗീത സംവിധായകൻ KJ ജോയ് അന്തരിച്ചു. പ്രശസ്ത എഴുത്തുകാരി KB ശ്രീദേവി അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര സേനാനി KK ഉണ്ണീരി അന്തരിച്ചു. സ്വാതന്ത്ര്യസമര സേനാനി KK ഉണ്ണീരി അന്തരിച്ചു. ഇളയരാജയുടെ മകളും ഗായികയുമായ ഭവതാരിണി അന്തരിച്ചു. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡിന്. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡിന്. ഫൈനലിൽ മലേഷ്യയെയാണ് തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിൽ ഇന്ത്യ 5ാം സ്ഥാനത്ത് എത്തി.
ഓക്കെ, അപ്പോൾ നെതർലാൻഡാണ് ഹോക്കിയിൽ ജയിച്ചത്. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം കിട്ടി. അപ്പോൾ മികച്ച ഗ്ലോബൽ മ്യൂസിക്കാണ്, അതിന് ദിസ് മൊമെൻ്റ് എന്ന് പറയുന്ന ആൽബത്തിന് കിട്ടി. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള പുരസ്കാരം പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസയ്ക്കും ലഭിച്ചിട്ടുണ്ട്. ഭാരതരത്നം ഇത്തവണ ആദ്യമായിട്ട് 5 പേർക്ക് കൊടുത്തിട്ടുണ്ട്. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രി ആയ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, അതോടൊപ്പം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥനും ആണ് കിട്ടിയത്. പിന്നെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂറിനും. അങ്ങനെ 5 പേർക്ക് ഇത്തവണ ഭാരതരത്ന ലഭിച്ചു. അപ്പോൾ LK അദ്വാനി, നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി ഠാക്കൂർ. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലെഗ് കോനെനെങ്കോ. ഓക്കെ, അപ്പോൾ റഷ്യയുടെ ഒലെഗ് കോനെനെങ്കോയാണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ വ്യക്തി. സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോളിൽ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്തമായി നേടി. അപ്പോൾ സാഫ് അണ്ടർ 19 വനിതാ ഫുട്ബോൾ കിരീടം ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. മുൻ മന്ത്രി CV പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം. ഗാന്ധി ദർശൻ പുരസ്കാരം നേടിയതാരാണ്? CV പത്മരാജൻ. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി രവികുമാർ ഛായെ നിയമിച്ചു. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് CEO ആൻഡ് മാനേജ്മെൻറ്റ് ഡയറക്ടർ രവികുമാർ ഛായയെ നിയമിച്ചു. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത്ത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന്. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത്ത് പുരസ്കാരം നേടിയ മലയാളിയാണ് ജോൺ ബ്രിട്ടാസ്. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഒന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോൾ 5ാമത് ഇറങ്ങുന്നത് ജപ്പാനാണ്. ജപ്പാൻ്റെ സ്ലിം മൂൺ സ്നൈപ്പർ. അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വായിൽ അൽ ദഹദൂദിന് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിൽ ബോർഡ് സെക്രട്ടറി ജയ് ഷാ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1ാം റാങ്ക്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ് ജസ്പ്രീത് ബുംറ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ബുംറ. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയക്ക്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയക്ക്. ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇത്തവണ അണ്ടർ 19 ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തി. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങളൊക്കെ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന പുരസ്കാരമാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. അത് ലഭിച്ച കേരളത്തിലെ ബീച്ചാണ് കോഴിക്കോട് കാപ്പാട് ബീച്ച്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ്
ഡൽഹി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പെയ്സ്. ഇത് നോക്കി വെച്ചോ, പെയ്സ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പെയ്സ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ആണ് എസ് എൽ നാരായണൻ. അപ്പോൾ ഫിഡെ ചെസ് റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളിയാണ് എസ് എൽ നാരായൺ. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നമീബിയൻ പ്രസിഡന്റ് ഹാഗെ ഗെയിൻഗോബ അന്തരിച്ചു. കവിയും നിരൂപകനുമായ എൻ കെ ദേശം, യഥാർത്ഥ പേര് എൻ കുട്ടിക്കൃഷ്ണ പിള്ള, എൻ കെ ദേശം അഥവാ എൻ കുട്ടിക്കൃഷ്ണ പിള്ള അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗെയ്ക്വാദ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ദത്താജി റാവു ഗെയ്ക്വാദ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഇത്രയുമാണ് ഫെബ്രുവരി മാസത്തെ PSC ബുള്ളറ്റിൻ.